ഹോപ്പ് ഫൗണ്ടേഷന്റെ ഭാഗമായി തിരുവനന്തപുരം ആര്യനാടിനടുത്തുള്ള പറണ്ടോട് എന്ന സ്ഥലത്ത് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ആര്യനാട് പോകുന്നതാണ്. നമുക്കേവർക്കും അറിയാമല്ലോ, മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് കണ്ണ്. കണ്ണിന്റെ കാഴ്ചയും തിമിരവും നഷ്ടപ്പെട്ട ഒരനവധി ആൾക്കാർ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. അവർക്കൊരു കൈത്താങ്ങായാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ക്യാമ്പ് നടക്കുന്നത് പറണ്ടോട് പൂർത്തിപ്പാറയുള്ള ഔചിത്യ ലൈബ്രറി വെച്ചിട്ടായിരുന്നു. നമ്മുടെ ഈ ക്യാമ്പ് നടത്താനായി ഞങ്ങളെ ബന്ധപ്പെട്ട തൊഴിലുറപ്പ് സഹോദരി സഹോദരന്മാരോട് ആദ്യമായി ഞങ്ങൾ നന്ദി പറയുകയാണ്. കൂടാതെ നമ്മുടെ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാനെത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഇതിനോടൊപ്പം നമ്മുടെ ഹൈജീനിക് പ്രോഡക്ട്സുകളും ഞങ്ങൾ അവിടെ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ പരിപാടിയുടെ ഉദ്ഘാടനവും ബാക്കി വരുന്ന കണ്ണിന്റെ ചികിത്സയുമൊക്കെയാണ്. സംയുക്തമായി സംഘടിപ്പിക്കുന്ന നേത്ര സൗജന്യ ചികിത്സയുടെ ക്യാമ്പാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷത നിർവഹിക്കുന്നതിന് വേണ്ടി ചാരിറ്റി ട്രസ്റ്റിന്റെ എക്സിക്യൂട്ടീവ് ശ്രീമതി ചിത്ര അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം, എൻ്റെ പേര് ചിത്ര. ഞാൻ ഹോപ്പ് ഫൗണ്ടേഷനിൽ എക്സിക്യൂട്ടീവായി വർക്ക് ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെയും ഈദ് വിഷയെയും നമുക്ക് ഇവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിക്കാൻ അവസരം ലഭിക്കുന്ന തൊഴിലുറപ്പ് സഹോദരിമാരെയും എൻ്റെ പേരിലും ഫൗണ്ടേഷന്റെ പേരിലും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. ചികിത്സാ സഹായം, വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായം, ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സാ സഹായം, വയോധികർക്കുള്ള ധനസഹായം, സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ എന്നിവയാണ് ഫൗണ്ടേഷന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. അതോടൊപ്പം ട്രസ്റ്റിന്റെ സാമൂഹ്യ സേവന പദ്ധതിയിലൂടെ ധനസഹായം ലഭിക്കുന്നതിനായി ചില ഉൽപ്പന്നങ്ങളും നമ്മൾ നിർമ്മിച്ചു വരുന്നുണ്ട്. അതിൽ ഡിഷ് വാഷ് ലിക്വിഡ്, ഫാബ്രിക് സ്റ്റിഫ്നർ, സോഫ്റ്റ്നർ, ടോയ്ലറ്റ് ക്ലീനർ, ഫ്ലോർ ക്ലീനർ, ഡിറ്റർജന്റ് ലിക്വിഡ് തുടങ്ങിയവയാണ്. നമസ്കാരം. നമുക്കറിയാം, നമ്മളെല്ലാവരും വളരെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇന്ന് ഈ ക്യാമ്പ് നടത്തുക എന്നുള്ളത്. സേവനങ്ങൾ കണ്ടറിഞ്ഞു. അപ്പൊ അവരുമായിട്ട് ആശാവർക്കറുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തുമാണ് ഇങ്ങനെ ഒരു ഫൗണ്ടേഷനെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിർദ്ധരായ കുടുംബങ്ങൾക്ക് ആരും അന്വേഷിക്കാനില്ലാത്ത മക്കളാലോ മറ്റ് സഹായങ്ങളൊന്നും ഇല്ലാത്ത വാർദ്ധക്യരായി കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് അവരുടെ അവസാനം വരെ ഉള്ള ചെലവുകൾ മാസം തോറും പെൻഷൻ എന്ന രീതിയിൽ അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ ഇവര് നോക്കുന്നുണ്ട്. ലൈബ്രറിയുടെ പ്രസിഡന്റ് ശ്രീ ഷിജു അവർ പ്രിയപ്പെട്ട ഈ ഫൗണ്ടേഷനുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു നൽകുന്ന ഒന്നാം കാല തൊഴിലുറപ്പ് പ്രവർത്തകർ, അത് എടുത്തു പറയേണ്ടതായി തന്നെയുണ്ട്. നമുക്കറിയാം, നോട്ടീസിൽ പോലെ സഹോദരിമാരെന്ന് മാത്രം കൊടുത്തിട്ടുള്ളൂ. അതിന്റെ പ്രവർത്തകർ എല്ലാവരും അതിന്റെ സഹോദരിമാരെ, അതിന്റെ മേറ്റിമാരിന്റെ ഭാഗമായെങ്കിൽ പോലും അവരുടെ പ്രവർത്തകരായിട്ടുള്ള എല്ലാവരും നിങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സംരംഭത്തിന്റെ അധ്യക്ഷത നിർവഹിക്കുന്ന
ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എക്സിക്യൂട്ടീവ് ശ്രീമതി ചിത്ര അവർ ഈ മഹനീയ കർമ്മപരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാനിയും പ്രിയങ്കരിയുമായ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും മെമ്പറുമായ ശ്രീമതി റീന സുന്ദരം അവർ, ഏറെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയ സഹോദരൻ നമ്മുടെ ഔദ്യോഗിക ലൈബ്രറിയുടെ പ്രസിഡന്റ് ശ്രീ ഷിജു, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അതുപോലെ ഒരു മഹത്തരമായ ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ അവര് ദൈവത്തിന്റെ സഹായിക്കുക എന്ന് പറയുന്നത് അതൊരു പുണ്യകർമ്മമാണ്. ആ പുണ്യകർമ്മം ചെയ്യുന്നവരെ ദൈവം എപ്പോഴും അവരോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു ട്രസ്റ്റ് നമ്മുടെ മേഖലയിൽ ഇവിടെ കടന്നു വരുവാൻ കാരണക്കാരായ ആളെന്ന് പറയുന്നത് അവസരം അനുഭവിക്കുന്ന ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ നിർദ്ധരായ അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യന്റ് ഫൗണ്ടേഷൻ്റെയും ട്രസ്റ്റ് ക്യാൻസർ പേഷ്യൻറ്റുകൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ട്രസ്റ്റ് വളരെ നല്ല രീതിയിൽ ഫൗണ്ടേഷനും ഈഗിൾസും തമ്മിൽ നടത്തിയ തൊഴിലുറപ്പ് തൊഴിലാളികളും തമ്മിൽ നടത്തിയ ഈ ക്യാമ്പ് വളരെ നല്ല രീതിയിൽ നടന്നു. എല്ലാവരും സഹകരിച്ചു. നമ്മൾ രാവിലെ 9:30 സ്റ്റാർട്ട് ചെയ്തു. 5:30 ആവുന്നവരെയും ആളുണ്ടായിരുന്നു. എല്ലാ ആളുകൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിരുന്നു എന്ന് എല്ലാവരും അഭിപ്രായം പറയുകയുണ്ടായി. എല്ലാവർക്കും ഇത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയെന്ന് എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത്. ഇനിയും ഇതുപോലെയുള്ള ക്യാമ്പുകൾ കൊണ്ടുവരണമെന്നും ഇതുപോലെ ക്യാൻസർ പേഷ്യൻറ്റുകൾക്ക് നിർധനായ ആൾക്കാർക്കുമുള്ള സഹായങ്ങളും ചെയ്ത് കൊടുക്കണമെന്നും ഈ ഫൗണ്ടേഷനിലുള്ള എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും ആശംസിക്കുന്നു. ഇന്നത്തെ ക്യാമ്പ് ഇഷ്ടപ്പെട്ട് നല്ല കാര്യമായിട്ട് നോക്കി. 5:30 ആയില്ലേ, 5:30 വരെ ഡോക്ടർമാർക്ക് റെസ്റ്റ് ഇല്ലാതെ നോക്കി. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്
പരിശോധന ക്യാമ്പ് നടത്തി. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഡോക്ടർ നല്ലതായിട്ട് ഞങ്ങളുടെ കണ്ണെല്ലാം പരിശോധിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. രാവിലെ 9 മണിക്ക് തുടങ്ങിയത് 6 മണിയായിട്ട് ഇവിടെ തിരക്കൊഴിഞ്ഞില്ല. അങ്ങനെ നല്ല ഇതായിരുന്നു. ട്രസ്റ്റിന് ദൈവം അനുഗ്രഹിച്ചിട്ട് ഇന്നത്തെ ക്യാമ്പ് നമ്മുടെ തൊഴിലുറപ്പിൻ്റെയും ഈ ട്രസ്റ്റിൻ്റെയും ഒരു നല്ല പ്രവർത്തനമായിട്ടാണ് ഇപ്പോൾ നമ്മൾ നടത്തിയത്. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും സമയം ചിലവഴിച്ചതിൽ കൂടുതൽ നന്ദിയുണ്ട്. 1 മണിയെന്ന് പറഞ്ഞപ്പോൾ 5-6 മണിയാകാൻ പോകുന്നു. ഇത്രയും സമയം ഞങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾ സഹകരിച്ചത്. ഇനി വീണ്ടും ഇതുപോലെ തുടർന്നൊരു സംരംഭം ഉണ്ടായാൽ ഇതുപോലെ ഞങ്ങളെ കൂട്ടത്തിൽ സഹകരിക്കണമെന്ന് മാത്രം പറയുന്നു.